യാത്രക്കാരെ ദുരിതത്തിലാക്കി വീണ്ടും എയർ ഇന്ത്യ എക്സ്പ്രസ്. സാങ്കേതിക തകരാർ കാരണം കഴിഞ്ഞ ദിവസം മസ്കത്തിലിറക്കിയ ദുബായ് കൊച്ചി എയർ ഇന്ത്യ എക്സ്പ്രസിലെ യാത്രക്കാരുടെ തുടർ യാത്ര വൈകുന്നു. ദുബായിൽ നിന്ന് കഴിഞ്ഞ ദിവസം വൈകിട്ട് 5 മണിക്ക് പുറപ്പെട്ട വിമാനമാണ് പറന്നുയർന്ന് 1 മണിക്കൂറിന് ശേഷം മസ്കത്ത് വിമാനത്താവളത്തിൽ ഇറക്കിയത്. രാത്രിയോടെ 200ഓളം യാത്രക്കാരെ ഹോട്ടലിലേക്ക് മാറ്റിയിരുന്നു. യാത്രക്കാരിൽ ചിലർ ബഹളം വെച്ചതിനെ തുടർന്ന് കുറച്ചുപേർക്ക് രാവിലെ മറ്റൊരു വിമാനത്തിൽ നാട്ടിലേക്ക് ടിക്കറ്റ് നൽകി. എന്നാൽ മറ്റുള്ളവരുടെ കാര്യത്തിൽ അനിശ്ചിതത്വം തുടരുകയാണെന്നും ആക്ഷേപമുണ്ട്. സ്ത്രീകളും കുട്ടികളുമടങ്ങുന്ന 100 കണക്കിന് യാത്രക്കാരടങ്ങുന്ന സംഘമാണ് പ്രതിസന്ധിയിലായത്. ചികിത്സയ്ക്കും മറ്റ് അടിയന്തരാവശ്യത്തിനും നാട്ടിലേക്ക് പുറപ്പെട്ടവരും കൂട്ടത്തിലുണ്ട്. ഞങ്ങൾ ഇന്നലെ ഈ ഈവനിങ് 5 o'clock എയർ ഇന്ത്യ എക്സ്പ്രസിൻ്റെ മസ്കറ്റ് ദുബായ് കൊച്ചി ഫ്ലൈറ്റ് ആയിരുന്നു. ആ ഫ്ലൈറ്റ് 1.5 മണിക്കൂർ ഫ്ലൈ ചെയ്ത ശേഷം ടെക്നിക്കൽ പ്രോബ്ലം ആണെന്ന് പറഞ്ഞ് ആ ഫ്ലൈറ്റ് മസ്കറ്റിൽ കൊണ്ടുവന്നിറക്കി. ഇവിടെ ഞങ്ങൾ ഒരു ഫ്ലൈറ്റ് ആൾക്കാർ ഇപ്പോൾ ഇവിടെ മസ്കറ്റിൽ കുടുങ്ങിയിരിക്കുകയാണ്. ഇപ്പോൾ ഇതിൽ എമർജൻസി മരിച്ച കേസിന് പോകുന്നവരുണ്ട്, എമർജൻസി ട്രീറ്റ്മെൻറ്റിന് പോകുന്നവരുണ്ട്, വയസ്സായ അമ്മമാരും അതുപോലെ ചെറിയ കുട്ടികളുണ്ട്, പിഞ്ചു കുട്ടികളുണ്ട്. അങ്ങനെ പലരും ഇവിടെ മസ്കറ്റിൽ വന്നിട്ട് വേറൊരു രാജ്യത്ത് വന്ന് പെട്ടുകിടക്കുകയാണ്. ഇവിടെ നമുക്ക് ഫർദർ ഒരു അപ്ഡേറ്റും അവൈലബിൾ അല്ല. ഈ ഫ്ലൈറ്റ് എപ്പോൾ പോകും, ഇല്ലെങ്കിൽ നമ്മളെ എന്ത് സപ്പോർട്ട് കിട്ടും, ഒന്നും ഒരു എയർ ഇന്ത്യ എക്സ്പ്രസിൻ്റെയോ എയർ ഇന്ത്യയുടെ ഒരു സ്റ്റാഫിനെയോ എന്തെങ്കിലും ഒരു ഇൻഫർമേഷനും കിട്ടുന്നില്ല. നമ്മളിങ്ങനെ മസ്കറ്റ് വേറൊരു രാജ്യത്തിൻ്റെ എയർപോർട്ട് വന്നിട്ട് അവിടെ കുടുങ്ങി കിടക്കുകയാണ്. അപ്പോൾ എത്രയും പെട്ടെന്ന് ഞങ്ങൾക്ക് അറ്റ്ലീസ്റ്റ് ഒരു ഇൻഫർമേഷൻ ഏതാണ് നെക്സ്റ്റ് അവൈലബിൾ ഫ്ലൈറ്റ്, അല്ലെങ്കിൽ എങ്ങനെയാണ് ഇവിടെ നിന്ന് ഇപ്പം നമുക്ക് മസ്കറ്റിൽ പുറത്തിറങ്ങാനൊന്നും പറ്റില്ലല്ലോ. നമ്മളിപ്പോൾ എയർപോർട്ടിൻ്റെ ഉള്ളിൽ തന്നെയാണ്. നമുക്ക് ഇനി എന്താണ് നെക്സ്റ്റ് ഒരു ഇൻഫർമേഷൻ തരാൻ പോലും എക്സ്പ്രസിൻ്റെ ഒരു സ്റ്റാഫോ ആരുമില്ല. അപ്പോൾ അങ്ങനെ വലിയൊരു പ്രതിസന്ധിയിൽ ഒരു ഫ്ലൈറ്റ് ഫുൾ ആൾക്കാർ ഇങ്ങനെ മസ്കറ്റ് എയർപോർട്ടിൽ കുടുങ്ങി കിടക്കുന്നു. അപ്പോൾ ഇതിന് എന്തെങ്കിലും എത്രയും പെട്ടെന്ന് ഒരു പരിഹാരം ഉണ്ടാക്കണം. അല്ലാതെ നമ്മൾ ഇത്രയും ആൾക്കാർ ഇങ്ങനെ കുടുങ്ങി കിടക്കുന്നതും ഇങ്ങനെ ഒരു പ്രതിസന്ധി നിൽക്കുന്നതിനും ഒരു എയർലൈൻ്റെ ഭാഗത്തുനിന്ന് ഒരു സപ്പോർട്ടില്ല എന്നുള്ളത് നീതീകരിക്കപ്പെടാവുന്നതല്ല.